ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്നുള്ള വിശേഷം? അപ്പോൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്നെ മറന്നിട്ടില്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സപ്പോർട്ടാക്കുക, ലൈക്കാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത് ഞാൻ പൊരിയുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കുറേ നാളായി മധുരം എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് പൊരി ബാക്കി വന്നപ്പോൾ അതൊന്നും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ നമുക്കിങ്ങനെ പൊടിയുന്ന രൂപത്തിൽ കിട്ടുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അധികം ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ ഇത് മതിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരക്കപ്പ് ഗോതിയില്ലേ, ഫുള്ള് ഹോൾ വീറ്റ് അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടിത്തിരിക്കുന്ന ഈ രൂപത്തിലാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ തീയും കൂടി ഓഫാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മറ്റേ കയ്യിൽ ഞാൻ ഉരുളി എടുത്തിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കട്ടിയുള്ള പാത്രം വേണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ. പിന്നെ ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടും നമുക്കിത് അടി കരിഞ്ഞ് പോവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടും കുറച്ച് നേരം വറുത്തെടുത്തത്. അങ്ങനെ ഇതാ ശർക്കരയും കൂടി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇനി അരിപ്പയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇതങ്ങനെ തന്നെ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ഹോളുള്ള അരിപ്പയിലാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 3/4 കിലോ ശർക്കരയുണ്ട്. ഞാൻ ചെറിയ ചെറിയ 3 തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. ഈ തേങ്ങയും ശർക്കരയും നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഞാൻ ഏലക്കപ്പൊടിയും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് കറുത്ത എള്ളും കൂടി ആഡാക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇതിന് കൊണ്ടുവന്നിട്ട് ഇടാനുള്ള മനസ്സൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിതിൽ ആഡാക്കിയിട്ടില്ല കേട്ടോ. ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ഇവിടെ ഏലക്കായും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മിക്സ് ആക്കിയിട്ടില്ല, ഒരു അടപ്പ് അടച്ചിട്ട് തീ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. എന്നാൽ ഇത് അധികം ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. ഡ്രൈ ആക്കി പോയാൽ നമുക്ക് ഇങ്ങനെ ഉരുള കെട്ടുമ്പോൾ ഇല്ലേ, ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ചെറുതായിട്ടൊരു ലിക്വിഡ് ഫോമിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കണം. അങ്ങനത്തെ ഞാൻ തീ സിമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. വേറെ വേറെ തന്നെ പൊടിച്ചിട്ടെടുക്കണം. കാരണം എല്ലാം ഒരു എന്നാൽ ഫൈൻ പൊടിയല്ല, ചെറുതായിട്ടൊരു തരിതരിപ്പ് ഇതിൽ ബാക്കി ഉണ്ടാവണം കേട്ടോ. ഫൈൻ പൊടിയായാൽ നമുക്ക് കഴിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ ഇവിടെ എൻ്റെ പണ്ടയില്ലേ, നമുക്ക് പൊരിയുണ്ടയ്ക്ക് വേണ്ടിയ പണ്ടം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തീ ഓഫാക്കാം. എന്നിട്ട് കുറച്ചും കൂടി തണുക്കാൻ വെച്ച് കൊടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ പൊടികളൊന്ന് ചേർക്കേണ്ടത്. ഞാനിതിപ്പോൾ മിക്സിയിൽ 2 മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല ഫൈൻ പൊടിയല്ല കേട്ടോ. ഇത് ഉരിയക്കി പൊടിയാണ്, ഇത് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കറുത്തതും വെളുത്തതും പാത്രത്തിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്ത പാത്രത്തിലുള്ള പൊരി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് മാത്രം മതിയായിട്ടുണ്ടായിരുന്നു ഇതിലോട്ട്. ഇനി ഈ പണ്ടത്തിലോട്ട് ഇത് ആഡാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഉരുള കെട്ടുന്ന രീതിയിൽ ഇതൊന്ന് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ വേണ്ടതെന്നിട്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ. ഞാനിപ്പോൾ ഈ ചൂടോടെ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോതിപ്പൊടിയില്ലേ, അത് എനിക്കിപ്പോൾ ഇതിലോട്ട് ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഉണ്ടാക്കും അത് ആഡാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, അത്ര ഉരുള കെട്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊരു ഉണ്ടയാക്കിയിട്ട് നോക്കിയതാണ്. എന്നിട്ട് കഴിച്ചിട്ടും കൂടി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇനി നമുക്കൊരു മാവ് റെഡിയാക്കാനുണ്ട്. ഞാനിതിലോട്ട് മൈദയും അരിപ്പൊടിയാണ് കേട്ടോ ആഡാക്കിയിട്ടുള്ളത്. മാവ് 1 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും ഇട്ടിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. പക്ഷെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വീട്ടിലോട്ട് ഗസ്റ്റ് വന്നു, എന്തോ ഒന്നും മറന്നു പോയത് എനിക്ക് എടുക്കാനുള്ള ക്ലിപ്പ്. ഇതിപ്പോൾ ഞാൻ അത്രയും ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നത് ഇത്രയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ട് ഇത് പിറ്റേ ദിവസം തന്നെ പൊരിൻ്റെ കാലിയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു റിവ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ പൊരിക്കുന്നതൊന്നും കാണിക്കാതെ ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക് ആക്കുക. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഇതിൻ്റെ ഫുൾ വീഡിയോസായിട്ട് ഇടണമെന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും ഇടും.